Good morning. Good morning, ma'am. 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 Morning. Good morning, ma'am. സുഖാണോ? Fine. 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 Yes, ma'am. Fine. Okay. സെറ്റ് ആയല്ലേ ക്ലാസ്സില്? പേടിയൊക്കെ മാറിയോ? ടെൻഷനൊക്കെ മാറിയോ? Madam, ma'am. Mari, ma'am. പിന്നെ കഴിഞ്ഞ ക്ലാസ്സിലെടുത്ത ഭാഗങ്ങൾ വായിച്ചിരുന്നോ? നമ്മൾ എന്തൊക്കെയാ പഠിച്ചത് കഴിഞ്ഞ ക്ലാസ്സില്? Healthcare system. പോപ്പുലർ ആയിട്ടുള്ള ട്രഡീഷണൽ സിസ്റ്റംസ് നമ്മൾ പഠിച്ചില്ലേ? ഏതൊക്കെയായിരുന്നു? ആയുഷിനെ കുറിച്ച് പഠിച്ചില്ലേ? ആയുർവേദ പറഞ്ഞു, യോഗ, Yoga, Unalism, Siddha system. ഓക്കെ. ആയുർവേദയുടെ മീനിങ് എന്തായിരുന്നു? Science of life. ഇനി ആയുർവേദത്തിൽ എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്? എന്തൊക്കെ പഠിച്ചു? പഞ്ചമഹാഭൂതാസ്, ത്രിദോഷ, ഉണ്ടോ? എന്തായിരുന്നു പഞ്ചമഹാഭൂതാസ് എന്ന് പറഞ്ഞാല്? ആകാശം, അഞ്ച് എലമെന്റ്സ് വഴിയാണ് അല്ലെ? ആകാശം, വായു, ഭൂമി, ജലം, അഗ്നി. ഇങ്ങനെയാണ് പഞ്ചമഹാഭൂതാസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ബോഡിയില്, ഹ്യൂമൻ ബോഡിയില് ഈ അഞ്ച് എലമെന്റ്സും 3 ഫോമിലാണ് നിലനിൽക്കുന്നത് അല്ലെ? ഏതൊക്കെയാണ്? ഇനി ഫാദർ ഓഫ് യുനാനി ആരായിരുന്നു? സിദ്ധ സിസ്റ്റം ഏത് കൾച്ചറിൽ നിന്നാണ് വന്നിരിക്കുന്നത്? ഇത്ര വരെയില്ലേ നമ്മൾ എടുത്തത്? ഇനി നമ്മള് നെക്സ്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് നാച്ചുറോപ്പതി ആൻഡ് ഹോമിയോപ്പതി. ഓക്കെ ആണോ? സിദ്ധ സിസ്റ്റം വരെ എല്ലാവർക്കും ക്ലിയർ അല്ലേ? ഡൗട്ട് ഉണ്ടോ? ഓക്കെ ആണല്ലേ? ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലല്ലോ? ആർക്കെങ്കിലും കിട്ടിയിരുന്നോ? ഓക്കെ ഓക്കെ. ടൈം ടേബിൾ നിങ്ങൾക്ക് അയച്ചു തന്നോ? ഞാൻ ഓഫീസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ടൈം ടേബിൾ നിങ്ങൾക്ക് കിട്ടി. ഓക്കെ. അപ്പൊ ഈ നെക്സ്റ്റ് ആണ് എന്ത്? നാച്ചുറോപ്പതി. നോക്കിക്കോളൂ കേട്ടോ. Naturopathy believes that all disease arise owing to accumulation of morbid matter in the body and if scope in given for its removal it provides cure or relief. നിങ്ങൾക്ക് സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടോ മക്കളെ? സ്ക്രീൻ ഓക്കെ ആണോ? കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ. അപ്പൊ എന്താണ് നാച്ചുറോപ്പതി എന്ന് പറഞ്ഞാല്? മോർബിഡ് എന്ന് പറഞ്ഞാൽ എന്താ മീനിങ്? മോർബിഡ് എന്ന് പറഞ്ഞാല് എന്തായിരിക്കും മീനിങ്? മോർബിഡ് എന്താ? മോർബിഡ് എന്താന്ന് അറിയോ? എന്തായിരിക്കും മോർബിഡ് എന്ന് പറഞ്ഞാല്? വിഷപദാർത്ഥങ്ങൾ കേട്ടോ. മോർബിഡ് മീൻസ് വിഷപദാർത്ഥങ്ങൾ. ഓക്കെ. അപ്പോ എന്താണ് നാച്ചുറോപ്പതി ആൻഡ് ഹോമിയോപ്പതിയിൽ പറയുന്നത്? എന്താണ്? നമ്മുടെ ശരീരത്തില് നാച്ചുറോപ്പതിയിൽ പറയുന്നത് എന്താണ്? നമ്മുടെ ശരീരത്തില് ഈ മോർബിഡ് മാറ്റർ അല്ലെ? വിഷപദാർത്ഥങ്ങൾ അക്യുമുലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്?
കുമിഞ്ഞുകൂടി അടിഞ്ഞുകൂടി കിടക്കുക. നമ്മുടെ ശരീരത്തില് വളരെയധികം വിഷപദാർത്ഥങ്ങളുണ്ട്. ഈ വിഷപദാർത്ഥങ്ങള് നമ്മുടെ ശരീരത്തിൽ നിന്ന് റിമൂവ് ചെയ്ത് കളഞ്ഞാലേ നമുക്ക് റിലീഫ് കിട്ടുകയുള്ളൂ. മനസ്സിലായോ? അപ്പൊ നാച്ചുറോപ്പതിയിൽ എന്താ പറയുന്നത്? നമ്മുടെ ശരീരത്തില് വളരെയധികം മോർബിഡ് അല്ലെ വിഷപദാർത്ഥങ്ങളുണ്ട്. ആ വിഷപദാർത്ഥങ്ങള് നമ്മുടെ ഉള്ളിൽ നിന്ന്, നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ നിന്ന് റിമൂവ് ചെയ്ത് കളഞ്ഞാലേ നമുക്ക് റിലീഫ് കിട്ടുകയുള്ളൂ. ആ വിഷപദാർത്ഥങ്ങള് അടിഞ്ഞുകൂടി കിടക്കുന്നത് കൊണ്ട് നമ്മുടെ ശരീരത്തിന് വളരെയധികം ദോഷങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പല തരത്തിലുള്ള ഡിസീസസ് നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ ഉണ്ടാകുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ പറയാം മിസ്, അപ്പൊ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഒരു പേഷ്യന്റ് ഡോക്ടറെ അടുത്ത് വന്നിരിക്കണേ കേട്ടോ. ഡോക്ടറെ അടുത്ത് വന്നു. എന്താണ്? അയാൾക്ക് ഭയങ്കര തണ്ടൽ വേദനയാണ്. അപ്പൊ എന്താ കാരണം എന്ന് ചോദിച്ചപ്പോ എന്താണ്? ഭയങ്കര തണ്ടൽ വേദന, ബാക്ക് പെയിൻ ആണ്, ബുദ്ധിമുട്ടുണ്ട് നടക്കാനായിട്ട്, വളരെയധികം ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഡോക്ടർ അവരുടെ വെയിറ്റ് നോക്കി. അപ്പൊ എന്താണ്? അയാൾക്ക് ഓവർ വെയിറ്റ് ആണ്. ഏജിനെക്കാട്ടിൽ കൂടുതൽ എന്താണ്? ഏജിനനുസരിച്ചുള്ള വെയിറ്റ് ആണല്ലേ ഓരോരുത്തർക്ക് താങ്ങുന്നത്. അല്ലെങ്കിൽ അതിന് കൂടുതലായിട്ടുണ്ടെങ്കിൽ എന്താണ്? വെയിറ്റ് കൂടുതലായിട്ടുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാണ്. നമുക്ക് തണ്ടൽ വേദന, കാൽവേദന, നടക്കാൻ ബുദ്ധിമുട്ട്, ശരീരത്തിനാകെ ബുദ്ധിമുട്ടുകളൊക്കെ വരും ഓവർ വെയിറ്റ് ആയി കഴിഞ്ഞാൽ. അപ്പൊ അയാൾക്ക് എന്താണ്? ഓവർ വെയിറ്റ് ആയിരുന്നു. ഡോക്ടർ പറഞ്ഞു നിങ്ങളുടെ വെയിറ്റ് കുറയ്ക്കണം. വെയിറ്റ് കുറച്ചു കഴിഞ്ഞാല് നിങ്ങൾക്ക് അസുഖത്തിൽ നിന്ന് നിങ്ങൾ റിലീഫ് ഉണ്ടാവും എന്ന് പറഞ്ഞു. അങ്ങനെ അയാൾ എന്ത് ചെയ്തു? വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി സാധാരണ എന്താ ചെയ്യാം? നിങ്ങളാണെങ്കിൽ എന്ത് ചെയ്യും? വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യാം? ഫുഡ് നിയന്ത്രിക്കും ആണോ? എക്സസൈസ് ചെയ്യും അല്ലെ? ഫുഡ് കൺട്രോൾ ചെയ്യും. അതുപോലെ തന്നെ എക്സസൈസ് ചെയ്യും അല്ലെ? ജിമ്മിൽ പോയിട്ടോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യും? എക്സസൈസ് ചെയ്യും. അങ്ങനെ കുറച്ച് നാളുകൾ കഴിഞ്ഞു, വെയിറ്റ് ഒക്കെ കുറഞ്ഞ്. അപ്പൊ എന്താണ്? നമ്മുടെ ശരീരത്തില് ഈ മോർബിഡ് മാറ്റർ ഉണ്ട് അല്ലെ? മോർബിഡ് എന്ന് പറഞ്ഞാല് വിഷപദാർത്ഥങ്ങൾ. അപ്പോ ഓവർ വെയിറ്റ് ആയിട്ടുള്ള ആളുകളുടെ ശരീരത്തിൽ എന്തുണ്ടാവും? ഫാറ്റ് കാരണമായിരിക്കും അയാൾക്ക് ഓവർ വെയിറ്റ് ആകുന്നത് അല്ലെ? ഫാറ്റ് അടിഞ്ഞുകൂടി കിടക്കുന്നത് കൊണ്ടാണ് അങ്ങനെ പൊണ്ണത്തടി ഉണ്ടാകുന്നത്. അപ്പോ ഈ മോർബിഡ് അയാളുടെ ശരീരത്തിലുള്ള വിഷപദാർത്ഥം എന്തായിരിക്കും? ഓവർ വെയിറ്റ് ആയിട്ടുള്ള ആളുകളുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഫാറ്റ് ആയിരിക്കില്ലേ ഈ വിഷപദാർത്ഥം എന്ന് പറയുന്നത്? വെരി ഗുഡ്, ഫാറ്റ് ആയിരിക്കും അല്ലെ? ഫാറ്റ് കുറഞ്ഞു കഴിഞ്ഞാലാണ് നമുക്ക് എന്താണ്? ഓവർ വെയിറ്റ് അല്ലെ? വെയിറ്റ് കുറയുകയും നമ്മുടെ ശരീരത്തില് രോഗങ്ങളെ റിലീഫ് ആക്കാനായിട്ട് സാധിക്കുകയും ചെയ്യുന്നത്. അപ്പൊ എന്താണ് ഇവിടെ മനസ്സിലാക്കാൻ പറ്റുന്നത്? നാച്ചുറോപ്പതിയിൽ പറയുന്നത് നമ്മുടെ ശരീരത്തില് അടിഞ്ഞുകൂടി കിടക്കുന്ന വിഷപദാർത്ഥം എന്ന് പറയുന്നത് എന്താണ്? ഫാറ്റ് ആണ്. ആ ഫാറ്റ് കുറഞ്ഞു കഴിഞ്ഞാലേ നമ്മൾക്ക് രോഗങ്ങളിൽ നിന്ന് മുക്തി ലഭിക്കുകയുള്ളൂ. ഓക്കെ ആണോ? ക്ലിയർ ആയോ? നാച്ചുറോപ്പതി എന്ന് പറഞ്ഞത് നിങ്ങളുടെ ഭാഷയിൽ എഴുതി വെക്കണം കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ലെക്ചർ നോട്ടായിട്ട് എഴുതി വെക്കാം. ടെക്സ്റ്റ് ബുക്ക് കിട്ടിയിട്ടില്ലല്ലോ. ഓക്കെ, എഴുതി കഴിഞ്ഞോ? ചാപ്റ്റർ 3 ആണ് കേട്ടോ. ഫസ്റ്റ് മൊഡ്യൂള് ചാപ്റ്റർ 3 ഹെൽത്ത് കെയർ സിസ്റ്റം ഇൻ ഇന്ത്യ. കുഴപ്പമില്ല. റെക്കോർഡിംഗ് ക്ലാസ് കണ്ടായിരുന്നോ ഹസീന? ഇന്നാണോ ഫസ്റ്റ് കയറുന്നത്? റെക്കോർഡിംഗ് ക്ലാസ് കാണണം കേട്ടോ, അല്ലെങ്കിൽ കണ്ടിന്യൂറ്റി കിട്ടില്ല നമുക്ക് കേട്ടോ. ഇനി എന്താണ് ഹോമിയോപ്പതി എന്ന് പറഞ്ഞാല്? ആരാണ് ഹോമിയോപ്പതിയുടെ പിതാവ്? ഫാദർ ഓഫ് ഹോമിയോപ്പതി ആരാണ്? Any idea? Father of homeopathy? മറന്നുപോയോ? ഓക്കെ, ആർക്കെങ്കിലും ഓർമ്മയുണ്ടാ?
വെരി ഗുഡ്. സാമുവൽ ഹനിമാൻ ട്ടോ. ഹനിമാൻ. ഓക്കെ. സാമുവൽ ഹനിമാൻ ആണ് ഫാദർ ഓഫ് ഹോമിയോപ്പതി. ഓക്കെ. അപ്പോ ഹോമിയോപ്പതി ഒന്ന് ഹെഡിങ് കൊടുത്തോളൂ കേട്ടോ. നാച്ചുറോപ്പതിക്ക് ശേഷം ഹോമിയോപ്പതി എന്നും കൂടി ഹെഡിങ് കൊടുക്കാം. ഫസ്റ്റ് പോയിന്റ്, ഹോമിയോപ്പതി ഡെവലപ്ഡ് ഇൻ 18th century. ഹോമിയോപ്പതി ഡെവലപ്ഡ് ഇൻ 18th century. കമന്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ, നോക്കി എഴുതാം. ഈ നെക്സ്റ്റ് പോയിന്റ്, ഫാദർ ഓഫ് ഹോമിയോപ്പതി. ഫാദർ ഓഫ് ഹോമിയോപ്പതി. Father of homeopathy, Samuel Hahnemann. Next point. രണ്ട് പോയിന്റ് എഴുതിയോ എല്ലാവരും? Okay. Third point, homeopathy and naturopathy. Homeopathy and naturopathy is a medical system. Is a medical system based on the homeopathy and naturopathy is a medical system based on the belief that body can cure itself. Cure itself. C-U-R-E. Cure itself. ഒന്നുകൂടി വായിക്കാം. Homeopathy developed in 18th century. Father of homeopathy, Samuel Hahnemann. Homeopathy and naturopathy is a medical system based on belief that body can cure itself. അപ്പൊ എന്താണ് ഹോമിയോപ്പതിയിൽ നാച്ചുറോപ്പതിയിൽ പറയുന്നത്? നമ്മുടെ ബോഡിയിൽ ഒരു പ്രതിരോധ ശക്തി ഉണ്ടല്ലേ. ഈ പ്രതിരോധ ശക്തി കൊണ്ട് നമ്മുടെ ഹ്യൂമൻ ബോഡിയിലോട്ട് വരുന്ന ഡിസീസസിനെ, രോഗങ്ങളെ എന്ത് ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്? പ്രിവെന്റ് ചെയ്യുന്നുണ്ട് അല്ലേ? ആണോ? ഇങ്ങനെയാണോ? നമ്മുടെ ബോഡിയിൽ ഉള്ള പ്രതിരോധ ശക്തി കൊണ്ട് ഇമ്മ്യൂണിറ്റി അല്ലെ, പ്രതിരോധ ശക്തി ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഹ്യൂമൻ ബോഡിയിലോട്ട് വരുന്ന രോഗങ്ങളെ തടയാനായിട്ട് അവൻ ഹെൽപ്പ് ചെയ്യുന്നു. ഇനി എന്താണ് ഹോമിയോപ്പതിയിൽ നമ്മളിപ്പോ മരുന്ന് കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അസുഖം കുറയാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാവും അല്ലെ? ഇങ്ങനെയാണോ? ഹോമിയോ മരുന്നുകളൊക്കെ കഴിച്ചവർക്ക് അറിയാൻ പറ്റും. അങ്ങനെയല്ലേ? പറയാറില്ലേ ഹോമിയോ മരുന്ന് കഴിച്ചിട്ട് കാര്യമില്ല, കുറച്ച് നാൾ പിടിക്കും അല്ലെ കുറയാൻ വേണ്ടിയിട്ട് പറയാറുണ്ട്, നമ്മൾ കേൾക്കാറുണ്ട്. ചിലർക്ക് എന്താണ് അനുഭവം ഉണ്ടാവും. ഓക്കെ, ഇപ്പൊ എന്താണ് ഈ ഹോമിയോപ്പതിയില് നമ്മുടെ മരുന്നുകൾ നമ്മൾ ആദ്യമായിട്ട് കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോഡി അതിനോട് ഇത്തിരി അഡ്ജസ്റ്റ് ആവാനായിട്ട് കുറച്ച് ടൈം പിടിക്കും. ഇതൊന്ന് അഡാപ്റ്റീവ് ആയിട്ട് നമ്മുടെ ശരീരത്തിലേക്ക് അഡാപ്റ്റീവായി അഡ്ജസ്റ്റ് ആയി കഴിഞ്ഞാൽ എന്താണ് നമുക്ക് പെട്ടെന്ന് അസുഖം മാറും അല്ലെ? ഓക്കെ, ഇതാണ് ഹോമിയോപ്പതിയിൽ പറയുന്നത്. കിട്ടിയോ? ഹോമിയോപ്പതി നാച്ചുറോപ്പതി എന്ന് പറഞ്ഞാല് എന്താ പറഞ്ഞത്? നമ്മള് ഹോമിയോപ്പതിയിലും നാച്ചുറോപ്പതിയിലും പറയുന്നത് എന്താണ്? നമ്മുടെ ബോഡിയില് പ്രതിരോധ ശക്തി ഉണ്ട് അല്ലെ? ആ പ്രതിരോധ ശക്തി കൊണ്ട് നമ്മുടെ ഹ്യൂമൻ ബോഡിയിലോട്ട് വരുന്ന രോഗങ്ങളെ തടയാനായിട്ട് അവ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ ഹോമിയോപ്പതിയിലുള്ള മരുന്നുകൾ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് കുറച്ച് ടൈം പിടിക്കും ആ ബോഡി ഒന്ന് അതിനോട് അഡാപ്റ്റീവായി. അതിനുശേഷം ശരീരം ഒന്ന് അഡ്ജസ്റ്റ് ആയി കഴിഞ്ഞാൽ ശേഷമാണ് നമുക്ക് രോഗങ്ങള് ആ ഹോമിയോപ്പതി ആ മരുന്ന് കഴിക്കുമ്പോൾ നമുക്ക് അസുഖങ്ങള് കുറയുന്നത്. ക്ലിയർ ആയോ?
ഇത്രയും കാര്യങ്ങളാണ് ഹോമിയോപ്പതി ആൻഡ് നാച്ചുറോപ്പതി കേട്ടോ. ഓക്കെ, ഇനി നെക്സ്റ്റിലോട്ട് പോട്ടെ മിസ്. ക്ലിയർ അല്ലേ എല്ലാവർക്കും? ടെക്സ്റ്റ് ബുക്ക് കിട്ടാത്തത് കാരണം ഇത്തിരി ബുദ്ധിമുട്ടുണ്ടല്ലേ? ഓക്കെ, ഇത് സെറ്റ് ആയിക്കോളും. ഒരാഴ്ച കഴിയുമ്പോഴത്തേനും ക്ലിയർ ആവും കേട്ടോ. ഓക്കെ ആവും. ഇനി നെക്സ്റ്റ് പോർഷൻ ആണ്. നിങ്ങൾ ലെക്ചർ നോട്ട് എഴുതിയെടുക്കണം കേട്ടോ, അല്ലെങ്കിൽ ക്ലിയർ ആവില്ല കേട്ടോ. ചിലപ്പോൾ മനസ്സിലാവില്ല പറയുന്നത്. മോഡേൺ അലോപ്പതിക് ഹെൽത്ത് കെയർ സിസ്റ്റം ഇൻ ഇന്ത്യ. നമ്മൾ പഠിച്ചു അല്ലെ? മോഡേൺ ഹെൽത്ത് കെയർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇംഗ്ലീഷ് മരുന്നുകളാണല്ലേ. അലോപ്പതിക് ഹെൽത്ത് കെയർ സിസ്റ്റത്തിനെയാണ് നമ്മൾ മോഡേൺ ഹെൽത്ത് കെയർ സിസ്റ്റം എന്ന് പറയുന്നത്. The modern allopathic healthcare system in India includes a public sector, private sector, and an informal network of care providers. എന്താ പറയുന്നത്? മോഡേൺ ഹെൽത്ത് കെയർ സിസ്റ്റത്തില് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഏതൊക്കെയാണ്? പബ്ലിക് സെക്ടർ ഉണ്ട്, പ്രൈവറ്റ് സെക്ടർ ഉണ്ട്, ഇൻഫോർമൽ നെറ്റ്വർക്ക് ഓഫ് കെയർ പ്രൊവൈഡേഴ്സ്. പബ്ലിക് സെക്ടർ എന്താണ്? പൊതുമേഖല അല്ലെ? ഗവൺമെന്റ് ഹോസ്പിറ്റലൊക്കെ നമുക്ക് പബ്ലിക് സെക്ടറിൽ പറയാൻ പറ്റും. അതുപോലെ തന്നെ എന്താണ്? പ്രൈവറ്റ് സെക്ടർ, ക്ലിനിക്കുകൾ, ഇതൊക്കെ എന്താണ്? പ്രൈവറ്റ് സെക്ടറിന് എക്സാമ്പിൾ ആണ് കേട്ടോ. പിന്നെ എന്താണ്? ഇൻഫോർമൽ നെറ്റ്വർക്ക് ഓഫ് കെയർ പ്രൊവൈഡേഴ്സ്. അത് പറയുന്നത് ആതുര സേവന രംഗം. ഇൻഫോർമൽ നെറ്റ്വർക്ക് ഓഫ് കെയർ പ്രൊവൈഡേഴ്സ് എന്ന് പറഞ്ഞാൽ ആതുര സേവന രംഗം. ഇപ്പോ വീൽ ചെയറില് അല്ലെങ്കിൽ എന്താണ് കിടപ്പ് തളർന്ന് വാതരോഗികളൊക്കെ ഉണ്ടാവില്ലേ? തളർന്ന് കിടക്കുന്നവര്, ഒരു ദിവസം തളർന്ന് കിടക്കുന്നത് അല്ലെങ്കിൽ കിടപ്പ് കിടക്കുന്ന രോഗികള്, അവരൊക്കെ പെട്ടെന്ന് അവർക്ക് എന്തെങ്കിലും അസുഖങ്ങളൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് എണീറ്റ് പോകാനായിട്ട് പറ്റില്ല അല്ലെ? അതുകൊണ്ട് തന്നെ അവരെ കൊണ്ടുപോകാനായിട്ട് കുറെ ആളുകൾ വരൂലേ? ആംബുലൻസ് സർവീസ് ഒക്കെ എന്താണ് അല്ലെ? ആംബുലൻസ് സർവീസിലൊക്കെയാണ് അങ്ങനെയുള്ള രോഗികളെ ഏറ്റ് കൊണ്ടുപോകുന്നത് അല്ലെ? ആണോ? അപ്പോ ഇൻഫോർമൽ നെറ്റ്വർക്ക് കെയർ പ്രൊവൈഡേഴ്സ് അതിന് എക്സാമ്പിൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? ആംബുലൻസ് സർവീസസ് ഇതൊക്കെ പറയാം കേട്ടോ. അപ്പൊ എന്താണ് മോഡേൺ ഹെൽത്ത് കെയർ സിസ്റ്റത്തില് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്? പബ്ലിക് സെക്ടർ ഉണ്ട്, പ്രൈവറ്റ് സെക്ടർ ഉണ്ട്, ഇൻഫോർമൽ നെറ്റ്വർക്ക് ഓഫ് കെയർ പ്രൊവൈഡേഴ്സ്. ഓരോന്നിന്റെയും എക്സാമ്പിൾ വെച്ച് എഴുതി പഠിക്കണം കേട്ടോ. എഴുതി വെച്ച് പഠിക്കാം. പെട്ടെന്ന് നിങ്ങൾക്ക് വായിക്കുമ്പോൾ ക്ലിക്ക് ആയിക്കോളും, മനസ്സിലാവും. ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും കേട്ടോ. പബ്ലിക് സെക്ടറിന് ഗവൺമെന്റ് ഹോസ്പിറ്റല്, പ്രൈവറ്റിന് എന്താണ്? ക്ലിനിക്ക്, അതുപോലെ തന്നെ ഇൻഫോർമൽ നെറ്റ്വർക്ക് ഓഫ് കെയർ പ്രൊവൈഡേഴ്സിന് ആംബുലൻസ് സർവീസസ്. ഓക്കെ, ഇനി എന്താണ്? എഴുതി കഴിഞ്ഞോ? എഴുതി കഴിഞ്ഞാല് നമുക്ക് ഇടണം കേട്ടോ, കമന്റ് ഇടാം. പ്രൈവറ്റ് സെക്ടറിന് ക്ലിനിക്കുകളൊക്കെ ഇല്ലേ? പബ്ലിക് സെക്ടറിന് ഗവൺമെന്റ് ഹോസ്പിറ്റൽസ്, പ്രൈവറ്റ് സെക്ടറിന് ക്ലിനിക്ക്, നെറ്റ്വർക്ക് ഇൻഫോർമൽ നെറ്റ്വർക്ക് ഓഫ് കെയർ പ്രൊവൈഡേഴ്സിന് ആംബുലൻസ് സർവീസസ്. മോഡേൺ ഹെൽത്ത് കെയർ സിസ്റ്റത്തില് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള സെക്ടേഴ്സുകളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഏതൊക്കെയാണ്? പബ്ലിക് സെക്ടർ ഉണ്ട്, പ്രൈവറ്റ് സെക്ടർ ഉണ്ട്, ഇൻഫോർമൽ നെറ്റ്വർക്ക് ഓഫ് കെയർ പ്രൊവൈഡേഴ്സ്. സ്ക്രീൻ കാണുന്നില്ലേ? ആംബുലൻസ് സർവീസിന് എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് ഇൻഫോർമൽ നെറ്റ്വർക്ക് ഓഫ് കെയർ പ്രൊവൈഡേഴ്സിന് എക്സാമ്പിൾ ആണ് ആംബുലൻസ് സർവീസസ്. പബ്ലിക് സെക്ടറിന് എക്സാമ്പിൾ എന്താണ്? ഗവൺമെന്റ് ഹോസ്പിറ്റൽ, പ്രൈവറ്റ് സെക്ടറിന് ക്ലിനിക്ക്. ക്ലിയർ ആയോ? ഇനി കിട്ടാത്തവരുണ്ടോ? ഓക്കെ ആണോ?
ഓക്കെ, നെക്സ്റ്റ് ഭാഗം മിസ് പറഞ്ഞോട്ടെ. ഇനി ആർക്കെങ്കിലും എഴുതിയെടുക്കാനുണ്ടോ അല്ലെങ്കിൽ കിട്ടാത്തവരുണ്ടോ? ഓക്കെയാണ്. ഇനി നോക്കേ, India's health system can be categorized into 3 distinct phases. അപ്പോ എന്താണ് ഇന്ത്യൻ ഹെൽത്ത് കെയർ സിസ്റ്റത്തിനെ 3 ഫേസുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. അതിനു മുൻപ് ഒരു കാര്യം പറയാം. ഈ മോഡേൺ ഹെൽത്ത് കെയർ സിസ്റ്റത്തില് ഈ മോഡേൺ മരുന്നുകളുടെ കാലഘട്ടം ആരംഭിക്കുമ്പോ എന്താണ് ബ്രിട്ടീഷുകാര് നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. ഈ അലോപ്പതിക് മെഡിസിന്റെ കാലഘട്ടത്തിൽ നമ്മുടെ നാട്ടില് ബ്രിട്ടീഷുകാരുണ്ടായിരുന്നു. അപ്പോ അവര് വന്നപ്പോ അവരുടെയൊക്കെ സംഭാവനയാണ് എയർവേസ്, അതുപോലെ എന്താണ് എയർ ട്രാൻസ്പോർട്ട്, റെയിൽവേ ഇതൊക്കെ. അതുപോലെ തന്നെ ഈ മോഡേൺ അലോപ്പതിക് സിസ്റ്റം ഒക്കെ എന്താണ് ബ്രിട്ടീഷുകാരുടെ സംഭാവനകളാണ്. അപ്പൊ അവര് വന്ന കാലഘട്ടത്താണ് ഈ സിസ്റ്റം ഒക്കെ ഉണ്ടായിരുന്നത്. മോഡേൺ മെഡിസിൻ, അതുപോലെ തന്നെ റെയിൽവേ, എയർ ട്രാൻസ്പോർട്ട് ഇതൊക്കെ ബ്രിട്ടീഷുകാരുടെ സംഭാവനകളാണ്. ക്ലിയർ ആയോ? അപ്പോ അവര് വന്ന കാലഘട്ടത്ത് പണ്ട് കാലങ്ങളിൽ നമുക്കറിയാം എന്താണ് ജന്മിമാര്, അടിയാന്മാര്, അല്ലെ? ജന്മിമാര്, അടിയാന്മാരുടെ കാലഘട്ടമായിരുന്നു. അവർക്കാണ് മുൻഗണന നൽകിയിരുന്നത്, അല്ലെ? പാവപ്പെട്ടവർക്ക് എന്താണ് പണ്ട് കാലങ്ങളിലൊന്നും അത്ര അല്ലെ കുറെ കാര്യങ്ങളൊക്കെ നിഷേധിച്ചിരുന്നു. ഓക്കെ, അതാണ് ഇനീഷ്യൽ സ്റ്റേജിൽ പറയുന്നത്. നോക്കാം, ഇനീഷ്യൽ സ്റ്റേജ് നോക്കിയേ. In the initial phase of 1947 to 1983, മാർക്ക് ചെയ്ത് വെക്കാം കേട്ടോ. ഇനീഷ്യൽ സ്റ്റേജിന്റെ കാലഘട്ടം എന്തായിരുന്നു? 1947 to 1983. Health policy was thought to be based on two broad principle. അപ്പൊ എന്താണ് ഇനീഷ്യൽ ഫേസിൽ 2 പ്രിൻസിപ്പിളിനെ കുറിച്ചാണ് പറയുന്നത്. ഫസ്റ്റ് പ്രിൻസിപ്പിൾ നോക്കിയേ. സ്ക്രീൻ കാണുന്നുണ്ടോ? സ്ക്രീനിൽ എഴുതിയെടുക്കാം കേട്ടോ. ടെക്സ്റ്റ് ബുക്ക് ഇല്ലാന്ന് പറഞ്ഞു, ഇതുകൂടി വലുതാക്കിയിടാം സ്ക്രീൻ. ഓക്കെ ആണോ? കാണാൻ പറ്റുന്നുണ്ടോ? ഇപ്പൊ ക്ലിയർ ആണോ സ്ക്രീൻ? ഇല്ല, എല്ലാവർക്കും കാണാൻ പറ്റുന്നില്ലേ? ആർക്കും കാണാൻ പറ്റുന്നില്ല? ഓക്കെ, ചിലർക്കൊക്കെ കാണാൻ പറ്റുന്നുണ്ടല്ലോ. ചിലപ്പോ നെറ്റ്വർക്കിന്റെ പ്രോബ്ലം ഉണ്ടാവും കേട്ടോ. അതായിരിക്കും. നെറ്റ് ഉള്ളിടത്തൊന്ന് പോയി ഇരുന്ന് നോക്കാം കേട്ടോ. ഓക്കെ, ഇപ്പൊ കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ അല്ലേ? മിസ് എടുത്തോട്ടെ, ക്ലാസ് എടുത്തോട്ടെ. ബുക്കിൽ അണ്ടർലൈൻ ചെയ്താൽ മതി. പക്ഷെ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് കിട്ടിയിട്ടില്ലല്ലോ, അതുകൊണ്ടാണ് ജസ്റ്റ് ഒന്ന് എഴുതിയെടുക്കാൻ പറയുന്നത് കേട്ടോ. ബുക്ക് കിട്ടുമ്പോ നിങ്ങൾ ലെക്ചർ നോട്ട് ചെയ്തേണ്ട ആവശ്യമില്ല. മനസ്സിലായോ? ബുക്ക് കിട്ടിയവരാണെങ്കിൽ ടെക്സ്റ്റ് ബുക്കിൽ അണ്ടർലൈൻ ചെയ്താൽ മതി. ഇത് ആർക്കും കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് മിസ് ലെക്ചർ നോട്ട് ആയിട്ട് എഴുതിയെടുക്കാൻ പറയുന്നത് കേട്ടോ. ബുക്ക് കിട്ടാത്തവർ എന്തായാലും ലെക്ചർ നോട്ട് എഴുതണം. നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവില്ല. അടുത്ത ക്ലാസ്സിൽ വന്നിരിക്കുമ്പോ എന്താണ് മിസ് പറയുന്നത് എന്ന് ഓർക്കും. ഒന്നും ക്ലിയർ ആവില്ല. അതുകൊണ്ടാണ് വായിച്ച് തന്നെ പഠിക്കണം. ഓരോ ക്ലാസ്സും അന്നൊന്ന് എടുക്കുന്ന ഭാഗങ്ങള് അന്നന്ന് തന്നെ പഠിച്ചു പോകണം. അല്ലെങ്കിൽ എക്സാം വരുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാണ്. ഓക്കെ ഓക്കെ ഇപ്പോ ഫസ്റ്റ് ഇനീഷ്യൽ ഫേസിൽ എന്താ പറയുന്നത്? 2 പ്രിൻസിപ്പിളെ കുറിച്ച് പറയുന്നുണ്ടല്ലേ. ഫസ്റ്റ് പ്രിൻസിപ്പിൾ നോക്കിയേ. None should be denied health care because of the lack of pay. എന്താണ് denied എന്ന് പറഞ്ഞാൽ? എന്താണ് denied?
എന്തായിരിക്കും മീനിങ്? ഡിനൈറ്റ് എന്താ മീനിങ് ഡിനൈറ്റിന്റെ? ഒഴിവാക്കുക അല്ലെങ്കിൽ നിഷേധിക്കുക അല്ലെ. ഓക്കെ, വെരി ഗുഡ്. നിഷേധിക്കുക. അറിയാത്തവരെ നോട്ട് ചെയ്ത് വെക്കാം. ഡിനൈഡ് മീൻസ് നിഷേധിക്കുക. അപ്പൊ എന്താണ് പറയുന്നത്? ഈ ഫസ്റ്റ് പ്രിൻസിപ്പിളിൽ പറയുന്നത് പണമില്ലാത്തത് മൂലം ഹെൽത്ത് കെയർ നിഷേധിക്കാൻ പാടില്ല. ഫസ്റ്റ് പ്രിൻസിപ്പിൾ എന്തായിരുന്നു? പണമില്ലാത്തത് മൂലം ഹെൽത്ത് കെയർ നിഷേധിക്കാൻ പാടില്ല. ഞാൻ പറഞ്ഞു എന്താണ്, പണ്ട് കാലങ്ങളില് ജന്മിമാരുടെ അല്ലെങ്കിൽ അടിയാന്മാരുടെ ഒക്കെ കാലഘട്ടമായിരുന്നു അല്ലെ, അവർക്കായിരുന്നു മുൻഗണന നൽകിയിരുന്നത്. പാവപ്പെട്ടവൻ എന്തായിരുന്നു, എല്ലാ കാര്യങ്ങളും നിഷേധിച്ചിരുന്നു അല്ലെ. ഇനി അപ്പോ ബ്രിട്ടീഷുകാര് വന്നപ്പോ എന്താണ്, അവർക്കായിരുന്നു മുൻഗണന നൽകിയിരുന്നത്. ഇനി ബ്രിട്ടീഷുകാര് നമ്മുടെ നാട്ടിൽ നിന്ന് പോയതിനു ശേഷം ഇന്ത്യൻ ഗവൺമെന്റ് ആ വ്യവസ്ഥകള് തിരുത്തി എഴുതി ഈ പ്രിൻസിപ്പിള് കൊണ്ടുവന്നു. എന്താണ്, പാവപ്പെട്ടവനെന്നോ അല്ലെങ്കിൽ പണമില്ലാത്തവനെന്നോ ഇല്ലാതെ എല്ലാവർക്കും എല്ലാ സമയത്തും എന്ത് കൊടുക്കണം? ചികിത്സ കൊടുക്കണം. കിട്ടിയോ? അതാണ് എന്ത്, പണമില്ലാത്തത് മൂലം ഹെൽത്ത് കെയർ നിഷേധിക്കാൻ പാടില്ല. പാവപ്പെട്ടവനെന്നോ പണമില്ലാത്തവനെന്നോ ഇല്ലാതെ ഏത് സമയത്തും ആർക്ക് വേണമെങ്കിലും എപ്പോ വേണമെങ്കിലും ചികിത്സ കിട്ടണം. അതാണ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ. ഓക്കെ ആണോ? ഫസ്റ്റ് പ്രിൻസിപ്പിള് ക്ലിയർ ആയോ? ഓക്കെ, ഇനി സെക്കൻഡ് പ്രിൻസിപ്പിൾ പറഞ്ഞോട്ടെ മിസ്. ക്ലിയർ ആണോ? എഴുതിയെടുത്തോ നിങ്ങള്? ഓക്കെ ആണ്. ഇനി സെക്കൻഡ് പ്രിൻസിപ്പിൾ നോക്കിയേ. It was the normal duty of the state to provide health care to the people. This phase show moderate achievements. എന്താ പറയുന്നത്? ഇനി രണ്ടാമത്തെ പ്രിൻസിപ്പിൾ എന്താണ്? It was the moral duty of the state to provide health care to the people. എന്താണ് ഇത്? ഹെൽത്ത് കെയർ കൊടുക്കുക എന്നത് സ്റ്റേറ്റിന്റെ മോറൽ ഡ്യൂട്ടി ആയിട്ട് മാറി. സ്റ്റേറ്റിന്റെ മോറൽ ഡ്യൂട്ടി ആണ് എന്ത്? എല്ലാവർക്കും ഹെൽത്ത് കെയർ പ്രൊവൈഡ് ചെയ്യുക. അതാണ് രണ്ടാമത്തെ പ്രിൻസിപ്പിള്. ഫസ്റ്റ് പ്രിൻസിപ്പിൾ എന്തായിരുന്നു? പണമില്ലാത്തത് മൂലം ഹെൽത്ത് കെയർ നിഷേധിക്കാൻ പാടില്ല. രണ്ടാമത്തെ പ്രിൻസിപ്പിൾ എന്താണ്? സ്റ്റേറ്റിന്റെ മോറൽ ഡ്യൂട്ടി ആയിട്ട് മാറി. എന്താണ് മാറിയത്? ഹെൽത്ത് കെയർ എല്ലാവർക്കും പ്രൊവൈഡ് ചെയ്യുക എന്നത്. ക്ലിയർ ആയോ? ഇനീഷ്യൽ ഫേസ് ഓക്കെ ആണോ? ആ പ്രിൻസിപ്പിൾ രണ്ടെണ്ണം ഒന്ന് ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. ഇനി സെക്കൻഡ് ഫേസ് എന്തായിരിക്കും? സെക്കൻഡ് ഫേസ് ഇനീഷ്യൽ ഫേസ് എല്ലാവരും നോട്ട് ചെയ്ത് വെച്ചോ? ടെക്സ്റ്റ് ബുക്ക് ഉള്ളവര് അതിൽ തന്നെ നോട്ട് ചെയ്താൽ മതി കേട്ടോ. സെക്കൻഡ് പോയിന്റ് എന്താണ്? സ്റ്റേറ്റിന്റെ മോറൽ ഡ്യൂട്ടി ആയിട്ട് മാറിക്കഴിഞ്ഞു എല്ലാവർക്കും ഹെൽത്ത് കെയർ പ്രൊവൈഡ് ചെയ്യുക എന്നത്. ഹെൽത്ത് കെയർ രണ്ടാമത്തെ പോയിന്റ് ആണോ പറയേണ്ടത്? രണ്ടാമത്തെ പോയിന്റ് പറയാം. ഹെൽത്ത് കെയർ പ്രൊവൈഡ് ചെയ്യുക എന്നത് സ്റ്റേറ്റിന്റെ മോറൽ ഡ്യൂട്ടി ആയിട്ട് മാറി. ഓക്കെ, ഇനി സെക്കൻഡ് ഫേസ് പറഞ്ഞോട്ടെ. സെക്കൻഡ് ഫേസ് നോക്കിയേ. ഇൻ ദ സെക്കൻഡ് ഫേസ്
of 1983 to 2000. A national health policy was proclaimed for the first time 1983, which pronounced clearly the need to encourage private initiative in healthcare service delivery. അപ്പൊ എന്താണ് നാഷണൽ ഹെൽത്ത് പോളിസി പ്രൊക്ലൈംഡ്, വിളംബരം ചെയ്യപ്പെട്ടത് എന്നാണ് 1983. നാഷണൽ ഹെൽത്ത് പോളിസി വന്നത് എന്നാണെന്നുള്ള ക്വസ്റ്റ്യൻ ഇമ്പോർട്ടന്റ് ആണ്, നോട്ട് ചെയ്ത് വെക്കുക. നാഷണൽ ഹെൽത്ത് പോളിസി പ്രൊക്ലൈംഡ് അല്ലെ, വിളംബരം ചെയ്യപ്പെട്ടത്, എസ്റ്റാബ്ലിഷ് ചെയ്തത് എന്നാണ് 1983 നാഷണൽ ഹെൽത്ത് പോളിസി എന്ന് പറഞ്ഞിട്ട് ഒരു ഹൈഫൺ ഇട്ട് ചെറുതാക്കി എഴുതിയാൽ മതി കേട്ടോ, നിങ്ങൾക്ക് പെട്ടെന്ന് ക്ലിക്ക് ആവും. ടെക്സ്റ്റ് ബുക്ക് കിട്ടുമ്പോ ഇതിനെ നോട്ട് ചെയ്ത് വെച്ചാൽ മതി. പിന്നെ നാഷണൽ ഹെൽത്ത് പോളിസി വാസ് പ്രൊക്ലൈംഡ് അല്ലെ, വിളംബരം ചെയ്യപ്പെട്ടത് 1983 ഇനി എന്താണ്? The policy also intensified the access to publicly funded primary health care, facilitating expansion of health facilities in rural areas through national health programs, NHPs. അതും important ആണ്, ക്വസ്റ്റ്യൻ വരാം. Expand NHPs, national health programs. അപ്പൊ എന്താണ് സെക്കൻഡ് ഫേസിൽ നാഷണൽ ഹെൽത്ത് പോളിസി വന്നത് 1983 നോട്ട് ചെയ്ത് വെക്കാം. അതുപോലെ തന്നെ ഈ സെക്കൻഡ് ഫേസിൽ പറയുന്നത് എന്താണ്? ഞാൻ പറഞ്ഞ പോലെ സ്റ്റേറ്റിന്റെ മോറൽ ഡ്യൂട്ടി ആയിട്ട് മാറി ഹെൽത്ത് കെയർ കൊടുക്കുക എന്നത് അല്ലെ, ഗവൺമെന്റിന്റെ ഒരു മോറൽ ഡ്യൂട്ടി ആയിട്ട് വന്നു അല്ലെ. ഗവൺമെന്റ് ഹോസ്പിറ്റൽസ് ആയിരുന്നു ഹെൽത്ത് കെയർ കൊടുത്തിരുന്നത്. പിന്നീട് എക്കണോമിക് പ്രോബ്ലംസ് അതുപോലെ തന്നെ എംപ്ലോയീസിന്റെ കുറവ് മൂലം ഹെൽത്ത് കെയർ കൊടുക്കാനായിട്ട് ഗവൺമെന്റ് ഹോസ്പിറ്റലില് രോഗികൾ വരുമ്പോൾ അവർക്ക് ഹെൽത്ത് കെയർ കൊടുക്കാനായിട്ട് ബുദ്ധിമുട്ടായിട്ട് വന്നു. എംപ്ലോയീസിന്റെ കുറവ്, പല പ്രോബ്ലംസ്, എക്കണോമിക് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായപ്പോ അവർക്ക് ബുദ്ധിമുട്ടായിട്ട് വന്നു. അപ്പൊ എന്ത് ചെയ്തു? പ്രൈവറ്റ് സെക്ടറിനെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഹെൽത്ത് കെയർ കൊടുക്കാനായിട്ട് തുടങ്ങി. അതാണ് സെക്കൻഡ് ഫേസിൽ പറയുന്നത്. പബ്ലിക് പല പ്രോബ്ലംസ് വന്നപ്പോ എന്താണ്, എംപ്ലോയീസിന്റെ കുറവ്, എക്കണോമിക് പ്രോബ്ലംസ്, അങ്ങനെയുള്ള പല പ്രോബ്ലംസും വന്നപ്പോ പ്രൈവറ്റ് സെക്ടറിനെയും കൂടി ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് രോഗികൾക്ക് ഹെൽത്ത് കെയർ കൊടുക്കാനായിട്ട് തുടങ്ങി. ഇപ്പൊ നിങ്ങൾ എന്താണ് ഈ ഇന്ത്യയിലൊക്കെ എന്താണ് ചെറിയ ചെറിയ ഗ്രാമങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പൊ അവിടെയുള്ള ആളുകൾക്ക് ഹെൽത്ത് കെയർ എന്തെങ്കിലും പ്രശ്നം വരുമ്പോ കറക്റ്റ് ആയിട്ട് ചികിത്സ ലഭിക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അവിടെ എന്താണ് ഹോസ്പിറ്റലുകളൊക്കെ ഒന്നും ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെയുള്ള കാലഘട്ടത്തിൽ ഇവരെന്ത് ചെയ്തു? പ്രൈവറ്റും പബ്ലിക്കും കൂടി ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ഹെൽത്ത് കെയർ, മെഡിക്കൽ ക്യാമ്പ് ഒക്കെ എങ്ങനെയാണ് ഓരോ ഗ്രാമങ്ങളിലൊക്കെ സിനിമയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ? അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങളുടെ സ്ഥലങ്ങളിലൊക്കെ ഉണ്ടാവുമല്ലോ ഓരോ മെഡിക്കൽ ക്യാമ്പുകള് അല്ലേ? പ്രഷർ ചെക്ക് ചെയ്യല്, പ്രഷർ നോക്കല്, ഷുഗർ നോക്കല് അല്ലെ, കണ്ണ് പരിശോധന, മെഡിക്കൽ ക്യാമ്പൊക്കെ വരാറില്ലേ നിങ്ങളുടെ നാട്ടിലൊക്കെ? എന്താണ് അങ്ങനെ പ്രൈവറ്റിനെയും ഉൾപ്പെടുത്തിക്കൊണ്ട് എന്ത് ചെയ്യാനായിട്ട് തുടങ്ങി? ഹെൽത്ത് കെയർ രോഗികൾക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് തുടങ്ങി. അതാണ് നാഷണൽ ഹെൽത്ത് പ്രോഗ്രാംസ്. മെഡിക്കൽ ക്യാമ്പൊക്കെ ഉദാഹരണങ്ങളായിട്ട് എഴുതാൻ പറ്റൂ കേട്ടോ. നാഷണൽ ഹെൽത്ത് പ്രോഗ്രാംസിന് മെഡിക്കൽ ക്യാമ്പൊക്കെ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാം. അതുപോലെ തന്നെ നാഷണൽ ഹെൽത്ത് പ്രോഗ്രാംസ് ഇമ്പോർട്ടന്റ് ആണ്. NHPs, എക്സ്പാൻഡ് NHPs എന്നൊക്കെ ചോദിക്കാം കേട്ടോ, ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഓക്കെ, സെക്കൻഡ് ഫേസ് ക്ലിയർ ആയോ? കൺസെപ്റ്റ് ഒന്ന് മാത്രം ഒന്ന് ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. ആദ്യം സ്റ്റേറ്റിന്റെ മോറൽ ഡ്യൂട്ടി ആയിട്ട് വന്നു അല്ലെ, ഹെൽത്ത് കെയർ കൊടുക്കുക എന്നത്. അതാണ് ഫസ്റ്റ് ഇനീഷ്യൽ ഫേസിൽ പറയുന്നത്. രണ്ടാമത്തെ സ്റ്റേജിൽ എന്താ പറഞ്ഞത്? ഗവൺമെന്റിന് അവയർനെസ് ക്ലാസ് കൊടുക്കുന്നതൊക്കെ അതൊക്കെ തന്നെയാണ് കേട്ടോ. ഓക്കെ, സെക്കൻഡ് ഫേസിൽ എന്താ പറയുന്നത്? ഗവൺമെന്റിന് ഹെൽത്ത് കെയർ കൊടുക്കാൻ ബുദ്ധിമുട്ടായിട്ട് വന്നപ്പോ പബ്ലിക്കിനെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് രോഗികൾക്ക് അല്ലെങ്കിൽ എന്താണ് പേഷ്യൻസിന്
ഹെൽത്ത് കെയർ കൊടുക്കാനായിട്ട് തുടങ്ങി. ഇതൊക്കെയാണ് ഉദാഹരണങ്ങളാണ് മെഡിക്കൽ ക്യാമ്പുകള്, അല്ലെ, അവയർനെസ് ക്ലാസ്സുകള്, അല്ലെ, ഇതൊക്കെ. ഓക്കെ, ഇനി തേർഡ് ഫേസ് നോക്കിയേ. The third phase post 2000, witnessing a further shift and painting of focus. The current phase addresses main issues such as public-private partnership, liberalization of insurance sector, and the government as a financier. എന്താണ് നമ്മൾ പറഞ്ഞു? സെക്കൻഡ് ഫേസിൽ നമ്മൾ പറഞ്ഞു ഹെൽത്ത് കെയർ ഗവൺമെന്റും പ്രൈവറ്റ് സെക്ടറും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ജനങ്ങൾക്ക് കൊടുക്കാനായിട്ട് തുടങ്ങിയത്. അതാണ് ഫസ്റ്റ് 3 കാര്യങ്ങളാണ് ഈ തേർഡ് ഫേസിൽ നോക്കേണ്ടത്. എന്തൊക്കെയാണ്? പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ് വന്നു, അല്ലെ? രണ്ടുപേരും കൂടി അല്ലേ ഹെൽത്ത് കെയർ കൊടുക്കാനായിട്ട് തുടങ്ങിയത്. അതുകൊണ്ടാണ് അവിടെ എന്ത് പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ് എന്ന് എഴുതിയിരിക്കുന്നത് കേട്ടോ. തേർഡ് ഫേസില് അന്ന് തുടങ്ങി 2000 മുതൽ ഇപ്പോ ഹെൽത്ത് കെയർ സിസ്റ്റം നിലനിൽക്കുന്ന ഇന്ന് വരെയും ഉള്ള കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പം അതിനകത്ത് 3 കാര്യങ്ങൾ, തേർഡ് ഫേസിൽ 3 കാര്യങ്ങളാണ് നമ്മൾ നോക്കേണ്ടത്. പ്രൈവറ്റ് പബ്ലിക് പാർട്ണർഷിപ്പ്, അതുപോലെ ലിബറലൈസേഷൻ ഓഫ് ഇൻഷുറൻസ് സെക്ടർ, ഗവൺമെന്റ് ആസ് എ ഫിനാൻഷ്യർ. എന്താണ് ഇൻഷുറൻസ് സെക്ടർ, അല്ലെ? രോഗികൾക്ക് ഇൻഷുറൻസ് കൊടുക്കാനായിട്ട് തുടങ്ങിയില്ലേ? എന്താണ് RSPY കാർഡ്, ആരോഗ്യ ഇൻഷുറൻസ്. നിങ്ങൾക്കൊക്കെ ഉണ്ടാവുമല്ലോ RSPY കാർഡ്, ഉണ്ടോ? അതൊക്കെ എന്താണ് ഗവൺമെന്റിന്റെ കയ്യിൽ നിന്നാണ് ജനങ്ങൾക്ക് കിട്ടുന്നത്, അല്ലേ? നമുക്ക് എന്താണ് സർജറി അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖം വന്ന് ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ RSPY കാർഡ് നമ്മള് അവിടെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും ക്യാഷ് നമുക്ക് റിഡ്യൂസ് ആയി കിട്ടൂലേ? കിട്ടോ? ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കിട്ടും, അല്ലെ? ഓക്കെ, അപ്പൊ ആരുടെ കയ്യിൽ നിന്നാണ് അത്രയും ക്യാഷ് കിട്ടുന്നത് നമുക്ക്? ഹോസ്പിറ്റലില് ഗവൺമെന്റ് അല്ലേ? ഗവൺമെന്റിന്റെ കയ്യിൽ നിന്നല്ലേ നമുക്ക് കിട്ടുന്നത്? അപ്പൊ എന്താണ്? അതാണ് ഗവൺമെന്റ് ആസ് എ ഫിനാൻഷ്യർ. ഗവൺമെന്റ് ഫിനാൻഷ്യർ ആയിട്ട് മാറിയിട്ട് 3 കാര്യങ്ങളാണ് തേർഡ് ഫേസിൽ പഠിക്കാനുള്ളത്. പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ് വന്നു, അതുപോലെ തന്നെ ഇൻഷുറൻസ് സെക്ടർ ഉണ്ടായില്ലേ? ഇൻഷുറൻസ് ജനങ്ങൾക്ക് കൊടുത്തു. അവിടെ എക്സാമ്പിൾ ആയിട്ട് എഴുതി വെക്കാം കേട്ടോ, RSPY കാർഡ്. അതുപോലെ തന്നെ ഗവൺമെന്റിന്റെ കയ്യിൽ നിന്നാണ് നമുക്ക് ക്യാഷ് ലഭിക്കുന്നത്, അല്ലെ? ഇൻഷുറൻസ് ഒക്കെ ലഭിക്കുമ്പോൾ ക്യാഷ് ലഭിക്കുന്നത് ഗവൺമെന്റിന്റെ കയ്യിൽ നിന്നാണ്. അപ്പൊ ഗവൺമെന്റ് ആസ് എ ഫിനാൻഷ്യൽ ആയിട്ട് മാറി. ഇതാണ് 3 ഫേസിൽ പറയുന്നത്. ഫസ്റ്റ് ഫേസ് ഇനീഷ്യൽ ഫേസ്, അതുപോലെ സെക്കൻഡ് ഫേസ് ഉണ്ട്, തേർഡ് ഫേസ് ഉണ്ട്. എക്സാമ്പിള് ഇൻഷുറൻസ് സെക്ടറിന്റെ അവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചാൽ മതി കേട്ടോ, RSPY കാർഡ്. പെട്ടെന്ന് ക്ലിക്ക് ആവും. എക്സാമിനൊക്കെ പഠിക്കുകയാണെങ്കിൽ ക്ലിക്ക് ആവാനായിട്ട് സുഖാണ്. ഈ RSPY കാർഡ് ഇൻഷുറൻസ് സെക്ടറിന് എക്സാമ്പിൾ ആണ്. മൂന്ന് ഫേസും കറക്റ്റ് ആയിട്ട് കിട്ടിയോ? ഡൗട്ട് ഉണ്ടോ എന്തെങ്കിലും? 3 ഫേസില് ഇതില് കറക്റ്റ് ആയിട്ട് നോക്കേണ്ടത് പ്രിൻസിപ്പിള്, ഇനീഷ്യൽ ഫേസിന്റെ പ്രിൻസിപ്പിള് നോക്കാം. 2 പ്രിൻസിപ്പിളും, അതുപോലെ തന്നെ നാഷണൽ ഹെൽത്ത് പോളിസി വന്നത് എപ്പോഴാണ്? 1983. അതൊന്ന് ഓർത്ത് വെക്കണം. അതുപോലെ തന്നെ നാഷണൽ ഹെൽത്ത് പ്രോഗ്രാംസ് NHPs, എക്സ്പാൻഡ് NHPs ചോദിക്കാം. പറഞ്ഞ കാര്യങ്ങള് ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്ത് വെച്ച് പഠിക്കാം. ബാക്കിയുള്ള ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. NHPസും നാഷണൽ ഹെൽത്ത് പോളിസി വന്നത് എപ്പോഴാണ്? ഇതൊക്കെ ഒന്ന് കറക്റ്റ് ആയിട്ട് വെച്ച് നോക്കി എഴുതി വെച്ച് പഠിക്കാം. തേർഡ് ഫേസ് എന്താണ്? തേർഡ് ഫേസിൽ നമ്മൾ പറഞ്ഞു എന്താണ്? സെക്കൻഡ് ഫേസ് ആയപ്പോഴേക്കും പബ്ലിക് പ്രൈവറ്റ് സെക്ടർ ആയിട്ട് മാറി, അല്ലെ?
ഹെൽത്ത് കെയർ കൊടുക്കാനായിട്ട് രണ്ടുപേരും കൂടി ഒരുമിച്ചാണ്, പ്രൈവറ്റും പബ്ലിക്കും കൂടി ഒരുമിച്ചാണ് ഹെൽത്ത് കെയർ കൊടുത്തിരുന്നത്. അപ്പോ തേർഡ് ഫേസിൽ എന്താണ്, പ്രൈവറ്റ് പബ്ലിക് പാർട്ണർഷിപ്പ് വന്നു. അതുപോലെ തന്നെ ഇൻഷുറൻസ് സെക്ടർ അല്ലെ, ലിബറലൈസേഷൻ ഓഫ് ഇൻഷുറൻസ് സെക്ടർ, RSBY കാർഡ് അല്ലെ, ഗവൺമെന്റിന്റെ കയ്യിൽ നിന്ന് നമുക്ക് RSBY കാർഡ്, ആരോഗ്യ ഇൻഷുറൻസ് ലഭിച്ചു. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ആരോഗ്യ ഇൻഷുറൻസ് നമ്മള് ഹോസ്പിറ്റലൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാല് ആരാണ് നമുക്ക് ക്യാഷ് തരുന്നത്, ഗവൺമെന്റിൽ നിന്ന് അല്ലെ. ഇൻഷുറൻസ് വഴി നമുക്ക് എന്ത് ചെയ്തു തരുന്നത്, നമുക്ക് ക്യാഷ് അടക്കേണ്ടതായിട്ട് വരില്ല അല്ലെ, ഹോസ്പിറ്റലിലേക്ക് ഗവൺമെന്റ് ആണ് കൊടുക്കുന്നത്. അപ്പൊ ഗവൺമെന്റ് ആസ് എ ഫിനാൻഷ്യലായിട്ട് മാറി. 3 കാര്യങ്ങളൊന്ന് നോക്കിയാൽ മതി കേട്ടോ, അധികം ഇമ്പോർട്ടന്റ് അല്ല, ജസ്റ്റ് ഒന്ന് എഴുതി വെച്ച് ഓർത്ത് വെച്ചാൽ മതി. പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ്, ലിബറലൈസേഷൻ ഓഫ് ഇൻഷുറൻസ് സെക്ടർ, ഗവൺമെന്റ് ആസ് എ ഫിനാൻഷ്യൽ. ആ 3 കാര്യങ്ങൾ മാത്രം ഒന്ന് ആ തേർഡ് ഫേസിലൊന്ന് ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. ഓക്കെ ആണോ? നെക്സ്റ്റ് നോക്കിക്കോളൂ. The healthcare infrastructure in rural area being developed as a 3-tier system. അപ്പോ നമ്മുടെ ഹെൽത്ത് കെയർ ഇൻഫ്രാസ്ട്രക്ചർ, ഹെൽത്ത് കെയറില് 3 രീതിയിൽ തിരിച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് സബ് സെന്റേഴ്സ്, പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സ്, കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റേഴ്സ്. ചെറുതാക്കി മിസ് നോട്ട് പറഞ്ഞുതരാം കേട്ടോ, ഒന്ന് എഴുതിയെടുത്തോളൂ, എന്നിട്ട് നമുക്ക് പറയാം. സബ് സെന്ററിന് ഹെഡിങ് കൊടുത്തോളൂ കേട്ടോ. സബ് സെന്റർ, ഫസ്റ്റ് പോയിന്റ്, it provide basic primary care. മെയിൻ ഹെഡിങ് എഴുതിക്കോളൂ. ഓക്കെ, മെയിൻ ഹെഡിങ് എഴുതി വെച്ചിട്ട് സബ് ഹെഡിങ് ആയിട്ട് എന്ത് സബ് സെന്റർ എഴുതാം കേട്ടോ, സബ് സെന്റേഴ്സ്. പറയട്ടെ, ഫസ്റ്റ് പോയിന്റ് സബ് സെന്ററിന്റെ ഫസ്റ്റ് പോയിന്റ് ആണ്, ഇറ്റ് പ്രൊവൈഡ് basic primary care. It provide basic primary care. It provide basic primary care. Second point, it provides basic medical service. It provides basic medical service. Basic medical service like immunization. 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 Next point, it is a temporary structure. It is a temporary structure. It is a temporary structure. Next point, employing point employing 1-2 care workers. Employing 1-2 care workers. Employing 1-2 care workers. Next point, it serve
SERVE, സേവനം, സേവിക്കുക. It served 5,000 people. It served 5,000 people. ഒന്നുകൂടി വായിക്കാം കേട്ടോ. ആദ്യം മുതല് ഒന്നുകൂടി വായിക്കാം. It provides basic primary care. It provides basic medical service like immunization. It is a temporary structure employing 1-2 care worker. It serves 5,000 people. Okay ആണോ? എല്ലാവർക്കും കിട്ടിയോ പോയിന്റ്സ്? പാരഗ്രാഫ് മിസ് ചെറുതാക്കി പറഞ്ഞു തന്നതാണ് കേട്ടോ. എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കമന്റ് ഇടാം കേട്ടോ. പറഞ്ഞു തരാം, എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഓക്കെ, അപ്പൊ എന്താണ് ഈ പാരഗ്രാഫ് വായിച്ച് പറഞ്ഞാൽ അല്ലെങ്കിൽ മിസ് പറഞ്ഞ പോയിന്റ്സ് പറഞ്ഞാൽ മതിയോ? അതിന്റെ തന്നെ പോയിന്റ് ആണ്, ചെറുതാക്കി പറഞ്ഞതാണ് മിസ്. ചെറുതാക്കി പറഞ്ഞാ മതിയോ? പോയിന്റ് പറയാം കേട്ടോ. പോയിന്റ് പറയാം. നിങ്ങൾ എഴുതിയ പോയിന്റ് തന്നെ മിസ് പറഞ്ഞുതരാം. അത് തന്നെ നിങ്ങളുടെ പകർത്തി ചെറുതാക്കി എഴുതിയിരിക്കുന്നതാണ് കേട്ടോ. സബ്സെന്റർ, സബ്സെന്റർ. ഇനി എക്സാമ്പിളും കൂടി ഒന്ന് എഴുതി വെച്ചോളൂ കേട്ടോ. സബ്സെന്ററിന് എക്സാമ്പിള് ഹെൽത്ത് സെന്റേഴ്സ്. നമ്മുടെ നാട്ടിലുള്ള ഹെൽത്ത് സെന്റേഴ്സ് ഇല്ലേ, അതിനെയാണ് സബ് സെന്റേഴ്സ് എന്ന് പറയുന്നത്. ഹെൽത്ത് സെന്റേഴ്സ് കേട്ടോ, എക്സാമ്പിള് ഹെൽത്ത് സെന്റേഴ്സ്. അപ്പൊ സബ് സെന്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പ്രൈമറി കെയർ ആണല്ലേ കൊടുക്കുന്നത്, പ്രൈമറി കെയർ ആണ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ എന്താണ്, ഇപ്പൊ ഹെൽത്ത് സെന്റേഴ്സിലൊക്കെ പോയാൽ എന്താണ്, കൊച്ചുങ്ങൾക്ക് അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾക്കൊക്കെ ഇമ്മ്യൂണൈസേഷൻ അല്ലെ, കുത്തിവെപ്പ് ഒക്കെ നമ്മൾ എടുക്കാറില്ലേ? നമ്മുടെ മക്കൾക്കൊക്കെ അല്ലെ, കുഞ്ഞുങ്ങൾക്ക് നമ്മൾ എടുക്കാറുണ്ടല്ലേ, 5 വയസ്സിലെ 10 വയസ്സിലെ 15 വയസ്സിലെ ഒക്കെ 1.5 മാസം അല്ലെ, ജനിക്കുമ്പോൾ തന്നെ 1.5 മാസം 3 മാസം അല്ലെ, അങ്ങനെയുള്ള 9 മാസത്തെ കുത്തിവെപ്പ് എടുക്കാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള സർവീസ് ആണ് അവിടെ കൊടുക്കുന്നത്. അപ്പൊ പ്രൈമറി കെയർ ആണ് കൊടുക്കുന്നത്, അതുപോലെ തന്നെ ഇമ്മ്യൂണൈസേഷൻ സർവീസുകൾ കൊടുക്കുന്നുണ്ട്. പിന്നെന്താണ്, നമുക്കറിയാം ഹെൽത്ത് സെന്റേഴ്സ് ഓപ്പൺ ചെയ്യുന്നത് ആഴ്ചയില് 1 or 2 ദിവസമൊക്കെ ആയിരിക്കും അല്ലെ. ചിലപ്പോ ആഴ്ചയിൽ ബുധനാഴ്ചയോ അല്ലെങ്കിൽ ശനിയാഴ്ചയോ ഒക്കെ ആയിരിക്കും ഓപ്പൺ ആകുന്നത്. അതുകൊണ്ടാണ് സബ് സെന്റേഴ്സ് ടെമ്പററി സ്ട്രക്ചർ എന്ന് പറയുന്നത്, താൽക്കാലികം. ഓക്കെ, ടെമ്പററി സ്ട്രക്ചർ ആണ്. പിന്നെന്താണ്, അവിടെ വർക്ക് ചെയ്യുന്ന വർക്കേഴ്സ് എത്ര പേരുണ്ടാവും? എംപ്ലോയി 1-2 കെയർ വർക്കേഴ്സ് ആയിരിക്കും, 1-2 കെയർ വർക്കർ ആയിരിക്കും അവിടെ ഉണ്ടായിരിക്കുന്നത്. പിന്നെ എത്ര പേർക്ക് അവിടെ സേവനം ചെയ്യാൻ പറ്റും? 5,000 അല്ലെ, 5,000 പേർക്ക് ആണ് സേവനം ചെയ്യാൻ പറ്റുന്നത്. ഇത്രയും കാര്യങ്ങളാണ് സബ് സെന്ററിൽ വരുന്നത് കേട്ടോ. ചെറുതാക്കി പറഞ്ഞതാണ് സബ് സെന്റർ എന്ന് പറഞ്ഞാല്. എക്സാമ്പിള് ഹെൽത്ത് സെന്റേഴ്സ് പ്രൈമറി കെയർ ആണ് കൊടുക്കുന്നത്. നമ്മൾ പറഞ്ഞതുപോലെ തന്നെ എന്താണ്, ഇമ്മ്യൂണൈസേഷൻ മെഡിക്കൽ സർവീസ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, കുത്തിവെപ്പുകൾ കൊടുക്കുന്നുണ്ട്. ഇതൊരു ടെമ്പററി സ്ട്രക്ചർ ആണ്, ആഴ്ചയില് 2 അല്ലെങ്കിൽ 1 ദിവസങ്ങളൊക്കെ ആയിരിക്കും ഓപ്പൺ ആയിരിക്കുന്നത്. അതുപോലെ അവിടെ വർക്ക് ചെയ്യുന്ന പേഴ്സൺസ് 1-2 കെയർ വർക്കേഴ്സ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. പിന്നെ അവിടെ എത്ര പേർക്കാണ് മാക്സിമം? 5,000 പീപ്പിളിനാണ് സേവനം ചെയ്യാൻ പറ്റുന്നത്. ക്ലിയർ ആയോ? ഇനി നെക്സ്റ്റ് ഹെഡിങ് എഴുതാം, പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സ്. പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സ്. ഫസ്റ്റ് പോയിന്റ്, പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സിനെ പറയുന്നത് ഷോർട്ട് ഫോം ആണ് കേട്ടോ. PHC. PHCs
ഫസ്റ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അവിടെ നോക്കി എഴുതാം PDF നോക്കി എഴുതാം സ്ക്രീനിൽ നോക്കാം കേട്ടോ PHC are usually small about 5 birds. PHCs are usually small about 5 birds. PHC are usually small about 5 birds. Second point, 1 to qualified doctors. 1 to qualified doctors. Third point, 14 paramedics. 14 paramedics and supporting staff. And supporting staff. (14 paramedics and supporting staffs). Next point, PHC are in charge of 6 sub-centers. 6 sub-centers. PHC are in charge of 6 sub-centers. Next point, it provide outpatient and inpatient services. It provide outpatient and inpatient services. It provide outpatient and inpatient services. Last point, it serve, S-E-R-V, it serve 30,000 people. 30,000 peoples. Okay, first തുടങ്ങുന്ന വീഡിയോ വായിക്കാം കേട്ടോ മിസ്. PHCs are usually small about 5 birds. 1 to qualified doctors, 14 paramedics and supporting staffs. PHCs are in charge of 6 sub-centers. It provides outpatient and inpatient services. It serves 30,000 people. Finish ആയോ? ഏതെങ്കിലും പോയിന്റ്സ് കിട്ടാത്തതുണ്ടോ? ഓക്കെ, നമുക്ക് നോക്കാം കേട്ടോ. നാലാമത്തെ പോയിന്റ് കിട്ടില്ല. PHC are in charge of 6 sub-center. 6 sub-center. Okay, first point നോക്കിയേ. PHC are usually small about 5 birds. അപ്പോ എക്സാമ്പിളും കൂടി എഴുതി വെച്ചോളൂ കേട്ടോ. എക്സാമ്പിളും കൂടി എഴുതി വെക്കാം. പ്രാഥമിക ആരോഗ്യ കേന്ദ്രം. പ്രാഥമിക ആരോഗ്യ കേന്ദ്രം. PHC എന്ന് പറയുന്നത് എന്താണ്? സ്മോൾ അല്ലെ? സ്മോൾ ആണ്. അപ്പൊ അവിടെ രോഗികളെ കിടത്തി ചികിത്സിക്കാനായിട്ട് ഉള്ള സൗകര്യം കുറവാണ്. യൂഷ്വലി സ്മോൾ ആണ്. അതുകൊണ്ട് തന്നെ അവിടെ എന്തുണ്ടാവുള്ളൂ? 5 ബെഡ്, 5 ആളുകളെ കിടത്തി ചികിത്സിക്കാനുള്ള സൗകര്യം
മാത്രമേ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തില് ഉണ്ടാവുള്ളൂ. പിന്നെന്താണ് 1 to 1 ക്വാളിഫൈഡ് ഡോക്ടേഴ്സ് ഉണ്ടാവും. അതുപോലെ 14 പാരാമെഡിക്കൽ അതുപോലെ തന്നെ സപ്പോർട്ടിംഗ് സ്റ്റാഫുകളും അവിടെ ഉണ്ടാവും. പിന്നെന്താണ് PHC എന്ന് പറയുന്നത് നമ്മൾ മുൻപ് പഠിച്ച സബ് സെന്റർ അല്ലെ, ഹെൽത്ത് സെന്റർ ആണ് അല്ലെ. സബ് സെന്റർ എന്ന് പറഞ്ഞാല് ഈ 6 സബ് സെന്ററിന്റെ സേവനം ഇൻചാർജ് വഹിക്കുന്നുണ്ട്. PHC എന്ന് പറഞ്ഞാല് 6 സബ് സെന്ററിന്റെ ഇൻചാർജ് വഹിക്കുന്നു. കിട്ടിയോ? മനസ്സിലായോ? PHC എന്ന് പറഞ്ഞാല് മുകളിലോട്ട് പോയാൽ മതി കേട്ടോ. ഇനി CHC വരുമ്പോ 4 PHCയുടെ സേവനം അനുഷ്ഠിക്കുന്നുണ്ട്. അത് പറയാം നമുക്ക്. മുകളില് നോക്കി പോയാൽ മതി. അപ്പൊ PHC എന്ന് പറഞ്ഞാല് 6 സബ് സെന്ററിന്റെ ഇൻചാർജ് വഹിക്കുന്നു. കിട്ടിയില്ലേ ആ പോയിന്റ്? പിന്നെന്താണ് ഇവിടെ ഇൻപേഷ്യന്റും ഔട്ട് പേഷ്യന്റും അല്ലെ. ഇൻപേഷ്യന്റ് ആരാ? ഇൻപേഷ്യൻസ് എന്ന് പറഞ്ഞാല് അറിയോ? ഇൻപേഷ്യന്റ് ആരാണെന്ന്? കിടന്ന് ചികിത്സിക്കുന്ന രോഗികള്, അഡ്മിറ്റ് ആയ രോഗികളെയാണ് ഇൻപേഷ്യൻസ് എന്ന് പറയുന്നത്. അതുപോലെ ഔട്ട് പേഷ്യന്റ് അറിയാലോ, ഡോക്ടറെ കണ്ട് കിടപ്പ് രോഗികള്. ഔട്ട് പേഷ്യന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡോക്ടറെ കണ്ട് മരുന്ന് വാങ്ങി വീട്ടിലേക്ക് തിരിച്ചു പോകുന്നത്. അവരെയാണ് നമ്മൾ ഔട്ട് പേഷ്യന്റ് എന്ന് പറയുന്നത്. അപ്പൊ അവിടെ എന്താണ്? കിടന്ന് ചികിത്സിക്കാനുള്ള രോഗികള് അല്ലെ. അവിടെ ഇൻപേഷ്യന്റ് സൗകര്യവുമുണ്ട്, അതുപോലെ ഔട്ട് പേഷ്യന്റ് ട്രീറ്റ്മെന്റും അവിടെ നൽകുന്നുണ്ട്. നമ്മൾ മുൻപ് പഠിച്ചല്ലോ രോഗികളെ കിടത്തി ചികിത്സിക്കാനായിട്ട് 5 ബെഡുള്ളൂ എന്ന്. അപ്പൊ അങ്ങനെയുള്ള എന്താണ് ഇൻപേഷ്യൻസ് വളരെയധികം ക്രിട്ടിക്കൽ ആയിട്ടുള്ള അല്ലെങ്കിൽ കിടന്ന് ചികിത്സിക്കേണ്ട പേഷ്യന്റ് വരികയാണെങ്കിൽ മാത്രമാണ് ഈ ബെഡിൽ കിടത്തി ചികിത്സിക്കുള്ളൂ. അല്ലെങ്കിൽ എന്താണ് ഔട്ട് പേഷ്യന്റ് ട്രീറ്റ്മെന്റ് നൽകിയിട്ട് അവരെ അവിടെ നിന്ന് വീട്ടിലേക്ക് അയക്കുന്നു. പിന്നെന്താണ് 30,000 പീപ്പിൾസിനെ സേവനം ചെയ്യാനായിട്ടുള്ള സൗകര്യം മാത്രമാണ് എവിടെ ഉണ്ടാവുള്ളൂ? പ്രൈമറി ഹെൽത്ത് സെന്ററിൽ, പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ഉണ്ടാവുള്ളൂ. ഇത്രയും കാര്യങ്ങളാണ് അതിൽ നോക്കേണ്ടത് കേട്ടോ. ഫസ്റ്റ് തുടങ്ങി പറയാം. എന്താണ് അവിടെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം എന്നാണ് എക്സാമ്പിള്. പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തില് വെരി സ്മോൾ ആയിരിക്കും, അതുകൊണ്ട് തന്നെ 5 ബെഡുകളെ അവിടെ ഉണ്ടാവുള്ളൂ. പിന്നെന്താണ് 1 to ക്വാളിഫൈഡ് ഡോക്ടേഴ്സും 14 പാരാമെഡിക്കൽ സപ്പോർട്ടിംഗ് സ്റ്റാഫുകൾ അവിടെ ഉണ്ടാവും. അതുപോലെ 6 സബ് സെന്ററിന്റെ ഇൻചാർജ് വഹിക്കുന്നുണ്ട്. അതുപോലെ ഔട്ട് പേഷ്യന്റ് ട്രീറ്റ്മെന്റും ഇൻപേഷ്യന്റ് ട്രീറ്റ്മെന്റും അവിടെ നൽകുന്നുണ്ട്. 30,000 പീപ്പിൾസിനെ സേവനം അനുഷ്ഠിക്കാനുള്ള സൗകര്യം മാത്രമേ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തില് ഉണ്ടാകുള്ളൂ. ഓക്കെ ആണോ? അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 6 സബ് സെന്ററിന്റെ ഹെൽത്ത് സെന്റർ 6 സബ് സെന്ററിനെ ഇൻചാർജ് വഹിക്കുന്നു. മനസ്സിലായോ? അതിന്റെ സബ് സെന്ററിന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നു. ഇൻചാർജ് എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്നത് ആരായിരിക്കും? സബ് സെന്ററിന്റെ 6 സബ് സെന്ററിന്റെ കാര്യങ്ങളൊക്കെ നോക്കി അല്ലെ ഇൻചാർജ് വഹിക്കുന്നതാണ് PHC എന്ന് പറയുന്നത് കേട്ടോ. പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ കിട്ടില്ലേ നിങ്ങള്? ഇനി ഹോസ്പിറ്റലൊക്കെ പോകുമ്പോ നോക്കാം. പ്രാഥമിക ആരോഗ്യ കേന്ദ്രം ഹെൽത്ത് സെന്ററിനെ തൊട്ടിപ്പുറത്തൊക്കെ ഉണ്ടാവുമല്ലോ. ഓക്കെ. ഇനി നെക്സ്റ്റ് ആണ് കമ്മ്യൂണിറ്റി. വീടിന്റെ അടുത്തുണ്ടല്ലേ. ഓക്കെ. അപ്പൊ നമ്മുടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഒക്കെ പഠിക്കുമ്പോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കും. ഓരോ കാര്യങ്ങളും അറിയാത്തവര് ഇതൊക്കെ നോക്കി കാണാം. വീടിന്റെ അടുത്തുള്ള ഹെൽത്ത് സെന്റേഴ്സ്, കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ ഉണ്ടാവും, പ്രൈമറി ഹെൽത്ത് സെന്റർ, പ്രാഥമിക ആരോഗ്യ കേന്ദ്രം ഒക്കെ ഉണ്ടാവും. അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് പോയി ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ. ഇനി നെക്സ്റ്റ് ആണ് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റേഴ്സ്. എഴുതിയെടുത്തോളൂ കേട്ടോ, നോട്ട് ചെയ്തിക്കോളൂ. കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റേഴ്സ്. ഫസ്റ്റ് പോയിന്റ്, secondary sector of India healthcare system. Secondary
sector of India healthcare system. Next point, CHC serve for PHC. CHC, Community Health Centers, serve for PHC. Next, it serve 1,20,000 peoples. 1,20,000. It serve 1,20,000 peoples. Next point, it's supported to have at least 30 birds, operation theater, laboratory, X-ray facilities are available in CHC. X-ray facilities are available in CHC. Last point, the team of 4 medical specialists. The team of 4 medical specialists. First തുടങ്ങി വായിക്കാം ട്ടോ. Secondary sector of India healthcare system. CHC serve for PHC. It serve 1,20,000 people. It's supported to have at least 30 beds, operation theater, laboratory, X-ray facilities are available in CHC. The team of 4 medical specialists. Okay, example, Taluk Government Hospital. Taluk Government Hospital. Okay, first point parayano. First point, secondary sector of India healthcare system. Okay, so community health centers എന്ന് പറഞ്ഞാൽ എന്താണ്? ഗവൺമെന്റ് താലൂക്ക് ഹോസ്പിറ്റൽ ഒക്കെ ഇല്ലേ, ഇതിനെയാണ് നമ്മള് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റേഴ്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? സെക്കൻഡറി സെക്ടർ ഓഫ് ഇന്ത്യൻ ഹെൽത്ത് കെയർ സിസ്റ്റം ആണ്. സെക്കൻഡറി സെക്ടർ ഓഫ് ഇന്ത്യൻ ഹെൽത്ത് കെയർ സിസ്റ്റം ആണ് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ. അതുപോലെ തന്നെ നമ്മൾ പഠിച്ചു ഈ CHC എന്ന് പറഞ്ഞാല് നമ്മൾ മുൻപ് പഠിച്ച 4 PHCയുടെ ഇൻചാർജ് വഹിക്കുന്നുണ്ട്. കിട്ടിയോ? അടിയിൽ നിന്ന് മേലോട്ട് പോവാട്ടോ. കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റേഴ്സ് 4 PHCയുടെ ഇൻചാർജ് വഹിക്കുന്നു. അതുപോലെ PHC നമ്മൾ പഠിച്ചില്ലേ, 6 സബ് സെന്ററിന്റെ ഇൻചാർജ് വഹിക്കുന്നു. കണക്ട് ചെയ്ത് പഠിക്കാം കേട്ടോ. ഓക്കെ, പിന്നെന്താണ് അവിടെ സേവനം ചെയ്യുന്ന എത്ര പീപ്പിൾസിന് സേവനം ചെയ്യാൻ പറ്റും? 1,20,000 പീപ്പിൾസിന് സേവനം ചെയ്യാൻ പറ്റും അല്ലെ. പിന്നെ അവിടെ എന്തൊക്കെ ഉണ്ടാവും? അറ്റ്ലീസ്റ്റ് 30 ബെഡ്സ് ഉണ്ടാവും, ഓപ്പറേഷൻ തിയേറ്റർ, ലാബ്, എക്സ്റേ ഫെസിലിറ്റി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഗവൺമെന്റ് താലൂക്ക് ഹോസ്പിറ്റൽ ഉണ്ടാവും. അതുപോലെ തന്നെ എന്താണ്? 4 മെഡിക്കൽ സ്പെഷ്യലിസ്റ്റുകളും അവിടെ ഉണ്ടാവും. ഇത്രയും കാര്യങ്ങളാണ് CHCയിൽ നോക്കാനുള്ളത്. കിട്ടിയോ? മനസ്സിലായോ?
ഓക്കെ, അപ്പൊ വായിച്ച് പഠിച്ചിട്ട് വരാം കേട്ടോ. ഇത്രയും കാര്യങ്ങള് വായിച്ച് പഠിച്ച് നെക്സ്റ്റ് ക്ലാസ്സിൽ വരാം. ഓക്കെ, ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? ഓക്കെ, താങ്ക് യു.